പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് വീണ്ടും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ കുറിക്കുന്നു: അന്യോന്യം ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് കൊള്ളുവീൻ. അന്യോന്യം ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് കൊള്ളുവീൻ. സാറയും ഹന്നയും 100 മീറ്റർ ഓട്ടത്തിൽ കളിക്കളത്തിൽ ഇറങ്ങുന്നു. അവർ തമ്മിലാണ് ഏറ്റവും കടുത്ത മത്സരം. സാറയും ഹന്നയും. അവർ ഓടുകയായി. സാറ ആ ഓട്ടത്തിൽ വിജയിച്ചു. തീർച്ചയായും ഹന്ന മത്സരിച്ചത് സാറയേക്കാൾ മുന്നിട്ട് നിൽക്കണം എന്ന ഭാവത്തോടെയാണ്. അങ്ങനെ ഒരു ചിന്തയോടുകൂടെ മത്സരിച്ച ഹന്ന സാറ ജയിച്ച സന്ദർഭത്തിൽ അവരുടെ അടുക്കലേക്ക് ചെന്ന് 2 കൈകളും വിരിച്ച് അവളെ പുണർന്ന് ചുംബനം ചെയ്ത് പരസ്പരം അവർ ആഹ്ലാദം പങ്കിടുകയാണ്. അഭിനന്ദിക്കാൻ തോറ്റുപോയി സാറയോട് ഹന്നയെങ്കിലും ഹന്ന അതിനൊരു തുറവ് കാണിക്കുന്നു, മനസ്സിൻ്റെ ഒരു തുറവ്. ഇതാണ് ബഹുമാനം എന്ന് പറയുന്നത്. ബഹുമാനം. ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോഴും അതിൻ്റേതായ മത്സരഭാവം ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലുണ്ടെങ്കിലും ജയിച്ചു കഴിയുമ്പോൾ അടുത്ത് ചെന്ന് ആശ്ലേഷിച്ച് അഭിനന്ദിക്കുവാൻ ഒരാൾക്ക് കഴിയുമ്പോഴാണ് അയാളുടെ ശ്രേഷ്ഠത പരിഗണിക്കപ്പെടുക എന്ന കാര്യം പ്രത്യേകം നാം ഓർക്കണം. ഇങ്ങനെ വേറൊരാളെ ബഹുമാനിക്കുവാൻ നാം തയ്യാറാകുന്ന സന്ദർഭത്തിൽ ആ പ്രവൃത്തിയിലൂടെ ഒരു വലിയ ക്രിയാത്മകമായ ശക്തി ഒഴുകുന്നുണ്ട് എന്ന കാര്യം പ്രത്യേകം നാം അടിവരയിടുകയാണ്. അങ്ങനെ ബഹുമാനിക്കുമ്പോൾ ബഹുമാനം സ്വീകരിക്കുന്നയാൾ കുറെ കൂടെ വിനയപ്പെടുകയും അയാൾ മറ്റൊരാളെ, അങ്ങനെ ജയിച്ചു വരുന്ന ഒരാളെ കൂടുതൽ ഹൃദയത്തിൻ്റെ സന്തോഷത്തോടെ ആശ്ലേഷിക്കാനും മാനിക്കാനും ഉള്ള മനോഭാവത്തിലേക്ക് വരികയായി. ഇങ്ങനെ ഒരു ചെറു സംഘം രൂപീകരിക്കപ്പെടുകയായി സമൂഹത്തിൽ തന്നെ. എങ്ങനെയുള്ള സംഘം? പരസ്പരം ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹോദര്യത്തിൻ്റെ ഒരു ചെറു ചുറ്റുവട്ടം നമ്മൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ജീവിതത്തിൻ്റെ ക്രിയാത്മകത എന്നുള്ളത് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ക്രിയാത്മകത നമ്മളുടെ പരസ്പരമുള്ള ബന്ധങ്ങളെ അരക്കിട്ടുറപ്പിക്കുന്നതിന് സഹായിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫലം. പരസ്പരമുള്ള ബന്ധം. മനസ്സിൽ ഒരു മത്സരഭാവവും തീർച്ചയായിട്ടും ഞാനായിരിക്കണം, ബഹുമാനിക്കപ്പെടുക എന്ന ഭാവവും അതിൻ മുഖാന്തരമുണ്ടാകുന്ന മാനസികമായ ഒരു അകൽച്ചയും ചില സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത പ്രവൃത്തി ഇടങ്ങളിലുണ്ടാവും, കളിക്കളത്തിലുണ്ടാവും, നമ്മൾ ഏർപ്പെട്ട് പ്രവർത്തിക്കുന്ന സകല തലങ്ങളിലും അങ്ങനെയൊന്നും ഉണ്ടായി എന്ന് വരാം. എന്നാൽ തുറന്ന മനസ്സോടെ നാം മറ്റൊരാളെ ബഹുമാനിക്കുമ്പോൾ, അയാളുടെ മികവുകളെ നാം അംഗീകരിക്കുമ്പോൾ അവിടെ ഒരു പുതിയ സ്നേഹബന്ധം ആവിർഭവിക്കുകയായി. സുദൃഢമായ ഒരു സ്നേഹബന്ധം. ഇതാണ് ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ശ്രേഷ്ഠമായത് എന്നും നാം തിരിച്ചറിയുന്നു. തുറന്ന മനസ്സോടെ വേറൊരാളുടെ മികവ് നമുക്ക് അംഗീകരിക്കാൻ കഴിയുമ്പോൾ ഒരല്പം അകൽച്ച മാനസികമായി ഉണ്ടായിരുന്ന ആളുകളാണെങ്കിൽ പോലും അങ്ങനെ ബഹുമാനിക്കുന്നത് വഴിയായി ആ ബന്ധം സുദൃഢമായി ഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ വളരെ സന്തോഷത്തോടെ ആസ്വാദ്യതയോടെ
നമ്മൾ തിരിച്ചറിയുകയും ചെയ്യും. എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ എന്നെ അഭിനന്ദിക്കുന്ന ഒരു സന്ദർഭമുണ്ടായി. സ്കൂളിൽ പഠിക്കുന്ന കാലം നന്നായി പ്രസംഗകല അഭ്യസിച്ചിരുന്ന ആളായിരുന്നു ഞാൻ. പ്രസംഗങ്ങൾ അങ്ങനെ അവതരിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒരു സന്ദർഭം സ്കൂളിലുണ്ടായി. ആ മത്സരത്തിൽ ഞാൻ ഏറ്റവും മുന്നിട്ട് നിന്നു. ഇത് കേട്ട എൻ്റെ സ്കൂളിലെ പ്രധാന അധ്യാപകൻ എന്നെ അഭിനന്ദിക്കണം. വാക്കുകളിൽ മാത്രമോ അങ്ങനെ പോരാ, എന്തായിരിക്കും നൽകുക എൻ്റെ വിദ്യാർത്ഥിക്ക് എന്ന് പ്രധാനാധ്യാപകൻ ഒരല്പം ഒന്ന് കുഴങ്ങി. ആ നിമിഷത്തിൽ അതിന് തയ്യാറെടുത്തിരുന്നില്ല. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? സ്കൂൾ ലൈബ്രറിയിലേക്ക് ഓടിച്ചെന്ന് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയുടെ ഇംഗ്ലീഷ് പതിപ്പ് അദ്ദേഹം എടുത്ത് ലൈബ്രറിയുടെ വക എന്നെഴുതിയിരുന്ന ഭാഗം വെട്ടി ആ ഗ്രന്ഥം എനിക്ക് സമ്മാനമായി നൽകി. എൻ്റെ ജീവിതകാലം മുഴുവനും ഞാനത് സൂക്ഷിക്കുകയാണ്, ഒരു നിധി എന്നതുപോലെ. കാരണം എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകളും അതിൻ്റെ നിദർശനമായ ഈ ചെറു ഗ്രന്ഥവും. ആ ഗ്രന്ഥം ഇംഗ്ലീഷിലാണ് ഞാൻ അന്നു മുതൽ വായിക്കാൻ തുടങ്ങി. ഇന്നും അത് വായിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇംഗ്ലീഷ് രൂപത്തിലും മലയാള വിവർത്തനങ്ങളിലും ഇന്നും അത് ഞാൻ തുടരുകയാണ്. അതുമാത്രമല്ല, ഞാൻ എന്നും എൻ്റെ ഗുരുനാഥനെ തീർച്ചയായും ഓർക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ അദ്ദേഹത്തിനൊരു സ്ഥാനം ഞാൻ കൊടുക്കുന്നു. ഊഷ്മളമായി ആ ബന്ധം നിലനിൽക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ ഗുരുനാഥൻ എന്നിൽ ജീവിക്കുകയാണ് ഇപ്പോഴും എന്നുള്ളത് ഞാൻ പ്രത്യേകം തിരിച്ചറിയുകയാണ്. അന്യോന്യം ബഹുമാനിക്കുന്നതിൽ നാം മുന്നിട്ട് നിൽപ്പീൻ എന്ന് പറയുമ്പോൾ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഒരു മനസ്സിൻ്റെ ഒരു തുറവാണ് അവിടെ പ്രത്യേകമായി ഊന്നി പറയുന്നത്. നമ്മൾ ഏർപ്പെട്ട് പ്രവർത്തിക്കുന്ന തലങ്ങളിലെല്ലാം നമ്മളുടെ ബന്ധങ്ങൾ സുദൃഢമാക്കുവാൻ, നമ്മളുടെ മനസ്സിന് പൂർണ്ണമായി സ്നേഹത്തിൽ കുതിർന്ന ഒരു തുറവ് ഉണ്ടാക്കിയെടുക്കുവാൻ, അങ്ങനെ അഭിനന്ദിക്കുന്ന ആളുകൾക്ക് ഹൃദയത്തിലൊരു സ്ഥാനം ഉണ്ടാക്കി കൊടുക്കുവാൻ, അങ്ങനെ ചെയ്യുന്നത് വഴി നാം അങ്ങനെ ഉണ്ടാക്കി സൃഷ്ടിച്ചെടുക്കുവാൻ തീർച്ചയായിട്ടും ഈ ഒരു മനോഭാവം, ഈ ഒരു സദ്ഗുണം നമ്മളെ വളരെ സഹായിക്കും. നിങ്ങൾ ഒന്നിച്ച് പഠിക്കുകയാണ്. നിങ്ങളെക്കാൾ മികവ് കാട്ടുന്ന കുഞ്ഞുങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. ചേർന്നിരുന്നാണ് നിങ്ങളൊരു ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ഒരു സ്കൂൾ അന്തരീക്ഷത്തിൽ. നിങ്ങൾ മികവ് കാട്ടുന്ന കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, കൂട്ടുകാരെ ബഹുമാനിക്കുവാൻ, അഭിനന്ദിക്കുവാൻ, അപ്രീഷിയേറ്റ് ചെയ്യുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നാം വളരുന്നതും അവർ കൂടുതൽ ഉത്സാഹത്തോടുകൂടെ കഠിനാധ്വാനം ചെയ്ത് ജീവിതത്തിൽ മികച്ച വിജയം കൈവരിക്കുന്നതിന് പ്രേരണയായി ആ അവസരം കാണുന്നതും. ഇങ്ങനെ പരസ്പരം ബഹുമാനിക്കുന്നതിലും സ്വീകരിക്കുന്നതിലും അംഗീകരിക്കുന്നതിലും വഴിയായി നമുക്കൊരു പുതിയ ബന്ധം വളർത്തിയെടുക്കാം. നമ്മളുടെ ഹൃദയത്തിൽ അന്യോന്യം നമ്മളുടെ സ്നേഹിതരെ സൂക്ഷിക്കാനും അവർക്കൊരിടം കൊടുക്കുവാനും കഴിയും. ജീവിതത്തിൻ്റെ വിജയം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നല്ല മനോഭാവങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. അഭിനന്ദിക്കാൻ മറക്കാതിരിക്കൂ. ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ തലക്കെട്ട് അടിവരയിടാം: അഭിനന്ദിക്കാൻ മറക്കാതിരിക്കൂ. ദൈവം തമ്പുരാൻ കുഞ്ഞുങ്ങളെ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും.